എന്തെങ്കിലും പറയുമ്പോഴേക്ക് എടുത്തിയാടി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. പവിത്രം പറഞ്ഞാലും കാര്യമുണ്ട്. എന്ത് കാര്യം? ഇതൊരു നാട്ടു നടപ്പ്. അയൽവക്കത്ത് പോവുക, അവരോട് സംസാരിക്കുക, അവരോട് ഇടപെടുക. നമുക്കൊന്ന് പോണ്ടേ? ഞാൻ വരത്തില്ല. എടി, ഇത് എനിക്ക് വേണ്ടി പറയുന്നതല്ല ഞാന്. നീ ഒന്ന് ആലോചിച്ച് നോക്കേ ആലീസേ. നീ അഹങ്കാരിയാണെന്ന് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് നല്ലതാണോ? എടി, അവരൊരു പഞ്ചായത്ത് മെമ്പറാ. നാട്ടുകാരോട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. എൻ്റെ ആലീസിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല. പകരം എങ്ങനെ ആയിരിക്കണം? ആലീസിന്റെ സ്വഭാവം കണ്ടുപഠിക്കണം. എന്തൊരു ആഠ്യത്വമാണ്, എന്തൊരു അന്തസ്സാണ്, എന്തൊരു സഹവർത്തിത്വമാണ്. ജോർജ് കുട്ടി ഡോക്ടറിന്റെ ഭാഗ്യമാണ് ആലീസ് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു അഭിമാനമല്ലേ? നീ കേൾക്ക. നിർബന്ധിച്ചുകൊണ്ട് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു 5 മിനിറ്റ് മതി. അതിൽ കൂടുതൽ ഞാൻ അവിടെ നിക്കത്തില്ല. അതിൽ കൂടുതൽ എന്തിനാ നിക്കുന്നേ? അവര് ചായ എന്തെങ്കിലും തരും, അത് വാങ്ങിച്ചു കുടിക്കാൻ നിൽക്കരുത്. ചായ വേണ്ട വേണ്ട. പിന്നെ ഒരു കാര്യം, എല്ലാവരുടെയും മുമ്പ് വെച്ച് ഈച്ചാൻ എന്നെ ഇച്ചിരി കൊച്ചാക്കിയുള്ള വർത്തമാനം ഉണ്ട്, അത് വേണ്ട. എന്റെ കൊച്ചിനെ ഞാൻ അങ്ങനെ പറയൂ? പിന്നെ അവരെ കണ്ട നോക്കൊന്നും വേണ്ട, അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട. അങ്ങേരോട് സംസാരിച്ചാൽ മതി, അവരോട് ഞാൻ സംസാരിച്ചോളാം. അവരെന്നെ നോക്കുകയും സംസാരിക്കുകയും ചെയ്താല് ഞാൻ സംസാരിച്ചോളാം, ഞാൻ നോക്കുകയും ചെയ്യും. അത് മതി. അപ്പൊ പോവാല്ലേ? എന്നാ പോവാം. രണ്ടും കൂടെ കുറ്റി കുറച്ചോണ്ട് ഇങ്ങോട്ടാണല്ലോ പറഞ്ഞത്. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഇന്നലെ വരണമെന്ന് വിചാരിച്ചാ തിരക്ക് കാരണം പറ്റിയില്ല. അതുകൊണ്ട് രാവിലെ തന്നെ വന്നത്. സാറ് പോകുന്നതിന് മുമ്പ് കാണണമല്ലോ. അത് നന്നായി, അത് നന്നായി, നന്നായി. അവിടെ താമസമൊക്കെ എങ്ങനെയുണ്ട്? അസൗകര്യമൊന്നും ഇല്ലല്ലോ? ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് തന്നെ ധാരാളം. ഉണ്ണിയാർച്ച ഇല്ലേ? ഉണ്ണിയാർച്ച ഇല്ല. ഇല്ലേ? ഉണ്ട്. കുളിക്കാണ്. കുളിക്കുക. ഇനിയിപ്പോ 2 മണിക്കൂർ കഴിയും ഇറങ്ങാൻ. 2 മണിക്കൂർ? ആണേ, ഓരോ ശീലങ്ങളെ ഞാൻ എപ്പോഴും വഴക്ക് പറയാറുള്ളത് ഇത്. പക്ഷെ എന്ത് ചെയ്യാൻ, ശീലിച്ചതേ പാടുമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ പോയിട്ട് പിന്നെ വരാം. അല്ല, പിന്നെ വരണ്ട, ഞാനിവിടെ കാണില്ലല്ലോ. ഞാനിപ്പോ ജീപ്പ് വരാൻ നോക്കിയിരിക്കാം. ഞാൻ സ്റ്റേഷനിൽ പോവേ. അല്ല, മൃഗഡോക്ടർക്ക് ഇന്ന് പോണ്ടേ? ഇന്ന് പോകുന്നില്ല, വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എന്നാ പിന്നെ ചെന്നാട്ടോ. അതെ, ഉണ്ണിയാർച്ച കുളിച്ചിട്ട് ഇറങ്ങുമ്പോ ഞങ്ങൾ വന്നു എന്നൊന്ന് പറഞ്ഞേക്കണേ. പറ്റില്ല. ഉണ്ണിയാർച്ച കുളിച്ചിറങ്ങുമ്പം ജീപ്പ് വന്ന് ഞാൻ സ്റ്റേഷനിൽ പോകുമല്ലോ. പിന്നെ എങ്ങനെ പറയും? ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് വിളിച്ച് പറഞ്ഞേക്കാം. ഇച്ചായ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വാ പോവാ. ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ജീപ്പ് വരുന്നു വരുന്നു എന്ന് പറയാല്ലാതെ ജീപ്പ് വരുന്നില്ലല്ലോ. അത് വരിക പോകുക, എന്താ ചേട്ടാ? വാ. ഭാവിയിൽ അവനൊരു സ്ഥിരം ശല്യമാകാനുള്ള എല്ലാ സാധ്യതയും കാണും. എന്തെങ്കിലും ചെയ്തേ പറ്റും. ആരായിരുന്നു സത്യേട്ടാ അത്? പുറത്ത് സത്യൻ ആരോട് സംസാരിക്കുന്ന കേട്ടല്ലോ. ആരാ? അതാ മൃഗഡോക്ടർ. രാവിലെ അയാൾ വിശേഷം തിരക്കാൻ വന്നേ. ഡോക്ടറോ? എന്നിട്ട് എന്താ കയറി ഇരിക്കാൻ പറയായിരുന്നേ? ഞാൻ പറഞ്ഞു, പക്ഷെ അവർക്ക് എന്താ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ അവര് പോയി. അവർക്കോ? അപ്പൊ ആലീസ് ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്താ സത്യേട്ട എന്നെ വിളിക്കായിരുന്നത്? എടീ, ഞാൻ പറഞ്ഞു നീ അടുക്കളയിലാണ്, നീ ജോലി തിരക്കിലാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങൾ പിന്നെ വരാന്ന് പറഞ്ഞു. അവര് പോയി. എന്നാൽ ആദ്യമായിട്ട് അവരിവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കൊടുക്കാതെ വിട്ട മര്യാദയാണോ സത്യേട്ടാ? അവർക്ക് ചായ വേണ്ടാത്തന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ അവരോട് പറഞ്ഞു കയറി ഇരിക്കുക, ചായ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് ചായ വേണ്ടാന്ന് പറഞ്ഞു. ഇനി വേണ്ടാത്തവരെ നിർബന്ധിച്ച് കുടിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നല്ല മോശമായി പോയി. ആർച്ചേ, അവരിവിടെ വന്നല്ലോ, ഇനി നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ആ പരിപാടി കഴിഞ്ഞു. ജീപ്പ് വന്നു. ഇനി ഞാനിവിടെ വന്ന DSPയുടെ വായിരിക്കുന്ന തെറി കേൾക്കേണ്ടി വരും. ഞാൻ വിളിക്കാം.